കടൽക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകളും ജനങ്ങളുടെ ആശങ്കകളും നേരിട്ട് വിലയിരുത്തുവാൻ മന്ത്രി മോൻസ് ജോസഫ് മുതലപ്പുഴയിലെത്തി. കടൽക്ഷോഭവും തീരശോഷണവും നേരിടുന്ന അഞ്ചുതങ്ങ, മുതലപ്പുഴ പ്രദേശങ്ങളിലെ പ്രതിസന്ധികൾക്ക് ശാശ്വത പരിഹാരം കാണുവാൻ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച ഉന്നതതല യോഗം വിളിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ കണ്ടതനുസരിച്ച് ഇവിടെ വളരെ ആശങ്കാജനകമായ സാഹചര്യങ്ങൾ നിൽക്കുന്നുണ്ട്. എന്നാൽ കുറേ പരിഹാര നടപടികൾ ഇപ്പോൾ ഇവിടെ തുടങ്ങി വച്ചിരിക്കുകയാണ്. അപ്പോൾ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കണം. വന്ന് സന്ദർശിച്ചതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ജനങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ജനങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ തൃപ്തികരമായൊരു പരിഹാരത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ ആശ്രയിക്കാവുന്ന CWPRSൻ്റെ ഒരു സ്റ്റഡി റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അവർ ജൂലൈ മാസം വീണ്ടും ഇവിടെ ഒരു വിശദമായ ഡീറ്റെയിൽഡ് DPR ഉണ്ടാക്കുന്നതിന് വേണ്ടി പഠനം നടത്തുന്നുണ്ട്. അവരുടെ DPR നമ്മുടെ ഒരു അടിസ്ഥാന രേഖയായി സ്വീകരിക്കാം എന്നുള്ളതാണ് പ്രാഥമികമായി ഇവിടെ വന്ന സന്ദർശനത്തിൽ നിന്ന് എനിക്കുണ്ടായ ഒരു നിഗമനം. അതാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ഇപ്പോൾ ഹാർബർ എഞ്ചിനീയറിങ്ങിൻ്റെ തലത്തിൽ അവർ ഫിഷറീസിൻ്റെ, അതുപോലെ ഇറിഗേഷൻ്റെ എല്ലാം വിവിധ തലങ്ങളിലാണ് വർക്കുകൾ നടക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നും ചെയ്തു പോകുന്നതിൻ്റെ കൂടെ നമുക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ സംബന്ധിച്ച് പൂർണ്ണമായും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നത്, ഇപ്പോൾ അഡ്രസ്സ് ചെയ്യാത്ത വിഷയങ്ങൾ കൂടി പ്രത്യേകം നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പുതിയതായി പരിശോധിക്കണം, പുതിയതായി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ച നിരവധി ആവശ്യങ്ങളുണ്ട്. ഇതെല്ലാം ചേർത്തുകൊണ്ട് നമുക്കൊരു ഭാവിയിലേക്ക് സുരക്ഷിതമായൊരവസ്ഥ ഈ പ്രദേശത്തെ ജനങ്ങൾക്കുണ്ടാകണം. അഞ്ചുതെങ്ങ് പഞ്ചായത്ത് തന്നെ ഇല്ലാതാകുന്ന ഒരു നിലയിലാണ് ഇപ്പോൾ MLAയും മറ്റ് ജനപ്രതിനിധികളും ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. തീർച്ചയായിട്ടും ഈ പഞ്ചായത്ത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടണം. ജനങ്ങളും ഇവിടെ ജീവിക്കുന്ന കുടുംബങ്ങളും തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടണം. അതിന് കഴിയുന്ന വിധത്തിലുള്ള നടപടികളുണ്ടാകും. അതിൻ്റെ ഭാഗമായി നമുക്ക് ഓരോ വകുപ്പുകളുടെ തലത്തിൽ ചെയ്ത നടപടികൾ പരിശോധിക്കുന്നതോടൊപ്പം ഈ കാര്യത്തിൽ ഒരു കോർഡിനേഷൻ ആവശ്യമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം. ഞാനത് MLAയുമായി സംസാരിക്കുകയുണ്ട്, ആശയവിനിമയം നടത്തി. മറ്റ് ജനപ്രതിനിധികളുടെ എല്ലാവരുടെയും കൂടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ 2 മന്ത്രിമാർ സംയുക്തമായി ഈ പ്രദേശത്തെ ജനപ്രതിനിധികളെ കൂടെ ചേർത്ത് ഒരു ഹൈ ലെവൽ മീറ്റിംഗ്, ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം പങ്കെടുക്കുന്ന വിധത്തിൽ വിവിധ വകുപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വിലയിരുത്താവുന്ന വിധത്തിലും തുടർന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പരിശോധിക്കാവുന്ന വിധത്തിലും ഒരു ഹൈ ലെവൽ മീറ്റിംഗ് സംയുക്തമായി വിളിക്കുന്നതാണ്. രമ്യ ഹരിദാസ് MLA നൽകിയ കത്തിന്റെയും വിവിധ പ്രാദേശിക സംഘടനകളും വൈദികരും സമർപ്പിച്ച നിവേദനങ്ങളുടെയും അടിസ്ഥാനത്തിലായിരുന്നു മന്ത്രിയുടെ സന്ദർശനം. നിലവിൽ CWPRS പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പരിഹാര നിർമ്മാണങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. പ്രവർത്തനങ്ങൾ പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കുമെന്നും മുഴുവൻ വിഷയങ്ങളും പരിഗണിച്ചാകും ഭാവി പദ്ധതികൾക്ക് രൂപം നൽകിയെന്നും മന്ത്രി പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷിൻസി റൂബി, ജലസേന വകുപ്പ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഡിനു ബേബി, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനീഷ്, ഹാർബർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷ് MS എന്നിവരടങ്ങുന്ന സംഘവും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. HP ന്യൂസ് 24/7 ആറ്റിങ്ങൽ. വിദ്യാഭ്യാസ മേഖലയിൽ മികച്ച നിലവാരവും വിദ്യാർത്ഥി കേന്ദ്രീകൃത പഠന രീതികളും കൊണ്ട് ശ്രദ്ധ നേടിയ ആസ്പെയർ എഡ്യൂക്കേഷൻ ഈ വർഷം സമ്പൂർണ്ണ റീബ്രാൻഡിംഗിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി പുതിയ ലോഗോയും പുതുക്കിയ ടൈറ്റിലും ഔദ്യോഗികമായി അവതരിപ്പിച്ചു. +1, +2 തലങ്ങളിൽ പ്രത്യേകിച്ച് ബയോളജി സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്ക് മികച്ച അക്കാദമിക് പരിശീലനവും കരിയർ മാർഗനിർദ്ദേശവും നൽകുക എന്നതാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം. റീബ്രാൻഡിംഗിന്റെ ഭാഗമായി കൂടുതൽ പുതുമകളും പഠന പദ്ധതികളും അവതരിപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ആസ്പെയർ എഡ്യൂക്കേഷനിൽ ഈ വർഷത്തെ +1, +2 അഡ്മിഷനും ആരംഭിച്ചു.